എളുപ്പത്തിൽ നമ്മൾ ബിസിനസ് ആരംഭിക്കുന്ന ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഇത് എങ്ങനെ എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയും? എളുപ്പത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയും. അതിന് കുറുക്കു വഴികൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇത്തരം അപകടങ്ങളിൽ ചെന്നുവിടുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഡ്യൂട്ടി ആരോടും ഇതിനെക്കുറിച്ച് പറയരുത്. എളുപ്പ വഴികൾ ഇവിടെയുണ്ട്. അത് കൃത്യമായി പാലിക്കുന്ന ആളുകൾക്ക് അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഈ ബിസിനസ് സ്വന്തമായി പഠിക്കുന്നത് വരെ, നല്ല വൃത്തിക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് വരെ ആരോടും. അപ്പൊ ഇത് കണ്ണുടച്ച് ചില ആളുകൾ ഇന്നും 1 വർഷമായിട്ടും ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോടല്ല, ഇത് പഠിക്കുന്നത് വരെ എന്നുള്ള ഒരു അണ്ടർലൈനും കൂടി ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇതിനെ കുറിച്ച് പറയാം. ഇനി രാവിലെ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ കയറിയാൽ ഈ ബിസിനസ് ചെയ്യാനായിട്ട്, ഒരു പക്ഷേ വെറുതെ കയറി നോക്കുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവണം. ഇതില് നമ്മൾ ഈ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള 1 മണിക്കൂർ സമയം ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ലീഡ് ബയോട്ടറി ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, ആ വിജയിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മറ്റു പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതിൽ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതിനുള്ള വഴികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരു 5 സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിസിനസ് ആണ്. ആ മനുഷ്യരുടെ ഒരു 10-200 മനുഷ്യരുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ, നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തിനാണ് 200 പേര്? 2 സെയിൽസ് എടുത്താൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് 200 പേരുടെ ലിസ്റ്റ്? ഞാൻ പറയാം, ഇതിന്റെ കാരണമുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 200 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാൽ നമ്മൾ ഒരു 500-1000 ഒക്കെ ആളുകളെ വിളിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ ആ ഫംഗ്ഷനൊക്കെ നമ്മൾ നടത്തുന്നത്. ഒരു ലിസ്റ്റ് ഇടാൻ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ആദ്യത്തെ ഒരു 3-4-5 പേരുടെ പേരെഴുതോ, എന്റെ ലിസ്റ്റ് എല്ലാം തീർന്നുപോയി. ഇത് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. എന്നാൽ ഒരു പ്രായപൂർത്തിയായ ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 1000 മിനിമം 500 വ്യക്തികളെ ഡയറക്റ്റ് അറിയാവുന്നതും ഒരു 1000-2000 ആളുകളെ ഇൻഡയറക്റ്റ് ആയിട്ട് പരിചയമുള്ള ആളുകളാണ് ഒരു 18 വയസ്സ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അത്രയും ആളുകളെ പരിചയം ഉണ്ടാവും, അത്രയും ആളുകളോട് അടുപ്പമുണ്ടാവും, ബന്ധമുണ്ടാവും. ഇനി ഒരു 40 വയസ്സ് 45 വയസ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജീവിതത്തിൽ ഒരു കുറെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഈ സൂമിൽ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. എനിവേ, നിങ്ങളെ സംബന്ധിച്ച് ഒരു 200 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ ഒരു മിനിമം ഒരു 40-50 ആളുകൾ, നമ്മുടെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലെ ഫാമിലിയിലുള്ള ആളുകളെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ, അവരെ ഒരു ലിസ്റ്റിലേക്ക് എഴുതി വെക്കുക. കാരണം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വേണ്ടപ്പെട്ട, ഒരു വിലപ്പെട്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയാവുന്ന ഒരു അവസരം കിട്ടിയിട്ട് നമ്മൾ ആദ്യം പങ്കുവെക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരോടാണ്. അത് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട, നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള, ചിലപ്പോ ഭാര്യ വീട്ടുകാരായിരിക്കാം, ചിലപ്പോ നമ്മുടെ അമ്മാവന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മുടെ ആ റിലേഷൻ നമുക്കറിയാം. അത്തരം നമ്മുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം വിളിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുക. ഇനി അടുത്തത്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നമുക്കൊരു ലിസ്റ്റിലേക്ക് ആക്കാം. അതെങ്ങനെ പോയാലും ഒരു 10-30 ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടാവാം, നെയ്ബേഴ്സ് ഉണ്ടാവാം. ഇനി നമ്മുടെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ ഒരു 3-4-5 കാറ്റഗറീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള, നമ്മൾ ഏതെങ്കിലും ക്ലബുകളുമായിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. അത്തരം ആളുകളോട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പൊ അലി കേക പോലെയുള്ള സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ബന്ധങ്ങൾ ഉണ്ടാവാം. അത്തരം ലിസ്റ്റുകൾ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ നോക്കിയാൽ 200-ൽ കുറയാത്ത ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് 1 മണിക്കൂർ സമയമെടുത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനിത് ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് ഒരു 20 പേരുടെ പേര് നിങ്ങളുടെ ലീഡറിന്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന
നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലൈൻ ലീഡർ ഉണ്ടാവും. അതിൽ ഒരുപാട് കാലം മുന്നേ വന്നിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല, മറിച്ച് ഒരു 4-5 മാസമോ ചിലപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങളെക്കാൾ മുന്നേ ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവരുടെ സപ്പോർട്ടോട് കൂടി ഒരു 20 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഡ്യൂട്ടി എന്നുള്ളത്. ഒരു 20 പേരുടെ ഏറ്റവും അവിടെ നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇത്തരം മാനദണ്ഡങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആദ്യമേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ആ രോഗം അവസ്ഥയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ രോഗികളെ കാണണ്ട എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എന്നെ സംബന്ധിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം. ഇനി ബിസിനസ് ആയിട്ട് നിങ്ങൾ ഈ ബിസിനസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളോട് നിങ്ങൾ രോഗികളെ അന്വേഷിച്ച് പോകല്ലേ, രോഗികളുമുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നിങ്ങളുടെ ലിസ്റ്റുകളിൽ തന്നെ ഇരിക്കട്ടെ. അവരെയും കാണുക. ഒപ്പം ഈ ബിസിനസ്സിന് ആവശ്യമുള്ള ഏറ്റവും നീഡി ആയിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ ലീഡറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ആദ്യ പ്രസന്റേഷൻ ചെല്ലാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു 20 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അടുത്തൊരു ഡ്യൂട്ടിയാണ്, 4ാമത്തെ ഡ്യൂട്ടിയാണ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഡ്യൂട്ടി എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇതിലാണ് നമ്മൾ പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ ഈ ബിസിനസ് ആരംഭിച്ച് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെ അവരെ ഇതൊന്ന് കേൾപ്പിക്കുമെന്നുള്ളത്, ഇതിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിൾ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും?